ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എമർജൻസി കോളിൻ്റെ പറ്റിയാട്ടോ. അതായത് നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഈ എമർജൻസി കോൾ എന്ന സംഭവം. അപ്പം എല്ലാവരും വിചാരിച്ചോ എന്താണ് സംഭവം എമർജൻസി കോൾ എന്നുള്ളത്. നമ്മളെ ഫോണൊക്കെ അപ്പം നമ്മളെ കയ്യിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത് ചെയ്യും, നമ്മൾ ഫോൺ. അപ്പോൾ നമ്മളെ കാര്യങ്ങളും ഡാറ്റാബേസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അധികം എന്ത് ചെയ്യും, നമ്മൾ ഫോണിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വല്ല അപകടങ്ങളോ വല്ല സംഭവങ്ങളോ പരിക്കുകളോ മറ്റു കുറച്ച് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരാളെ കോണ്ടാക്ട് ചെയ്യാനോ കാര്യങ്ങളോ നമ്മളോട് കഴിയില്ല. കാരണം ഈ ഫോൺ ലോക്ക്ഡ് ആയിക്കാരം. അപ്പം അതിനെ മറികടക്കാനുമായിട്ടാണ് ഈ എമർജൻസി കോൾ എന്നുള്ള സംഭവം. അത് ഈ എമർജൻസി കോൾ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണ് അത് നമ്മളെ അധികം ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ആൾക്ക്, നമുക്ക് പ്രധാനപ്പെട്ട ആൾ, നമ്മളെ ഉത്തരവാദിത്തമുള്ള ആൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ഈ അവരുടെ നമ്പറൊക്കെ ഇതിൽ എന്ത് ചെയ്യുക, ഈ എമർജൻസി കോളിൽ ആഡ് ചെയ്യാം. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും പരിക്കോ വല്ല പ്രശ്നങ്ങളോ അപകടമോ അന്നൊക്കെ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഓൾറെഡി ഈ എമർജൻസി കോൾ എന്ത് ചെയ്യുക, ഒരാൾക്ക് ഫോൺ എടുത്തിട്ട് ഈ എമർജൻസി കോൾ നിൽക്കി കഴിഞ്ഞാൽ അതിൽ കോൺടാക്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കോൺടാക്ട് ലിസ്റ്റിൽ ക്ലിക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവർക്ക് കോൾ പോകും. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഫോണൊക്കെ ലോക്ക് തുറന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ ടൈമും ഭയങ്കര പ്രയാസവും കാര്യങ്ങളൊക്കെ അയക്കാറും. അപ്പോൾ അതെങ്ങനെയാണ് കോണ്ടാക്ട് എങ്ങനെ ആഡ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ മെഡിക്കൽ ഇൻഫോ, അതായത് മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മളെ ഈ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതായത് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എമർജൻസി കോളിൻ്റെ താഴെ മെഡിക്കലിന് പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ ഹൈറ്റ്, വെയിറ്റ്, അഡ്രസ്സ്, അതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഓട്ടോമാറ്റിക്കല്ല നമുക്ക് ഇതിൻ്റെ താഴെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഓപ്ഷൻസ് കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ആഡ് ചെയ്യാം. അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നമ്പർ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കലാട്ടോ. ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ സ്കോർ ചെയ്യുമ്പോൾ കാണാം സേഫ്റ്റി ആൻഡ് എമർജൻസി, അതായത് സേഫ്റ്റി ആൻഡ് എമർജൻസി ഉള്ള ഇത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ആ പേജിൽ നമുക്ക് എമർജൻസി ഷെയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എമർജൻസി കോണ്ടാക്ടിങ് ഉണ്ട്, അതുപോലെ മെഡിക്കൽ ഇൻഫോ ഉണ്ട്, പിന്നെ അതേപോലെ തൊട്ട് താഴെയായിട്ട് അബൌട്ട് സേഫ്റ്റി ആൻഡ് എമർജൻസി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ചെയ്യാനായിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ ഈ എമർജൻസി കോണ്ടാക്റ്റ് എങ്ങനെ നമുക്ക് ഇത് ആഡ് ചെയ്യുന്നത്, അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എമർജൻസി കോണ്ടാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇതിലേക്ക് എത്തും. അപ്പം അതിൽ പേജിലേക്ക് എത്തും. അതിൽ ആഡ് എമർജൻസി കോണ്ടാക്ട് എന്നുള്ള നീല ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് കടത്തുക. അപ്പം നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്തി നിങ്ങൾക്ക് ഏതാണ് പ്രധാനപ്പെട്ട നമ്പർ, അതായത് നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ടത്, നിങ്ങൾക്ക് ഏറ്റവും വിളിച്ചാൽ കിട്ടുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ പ്രധാനപ്പെട്ട, അതായത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്പർ ചെയ്യുക, ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഒരു നമ്പർ മാത്രമല്ല, ഒരു 4, 5, 6 നമ്പർ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്, ഏതെന്നറിയില്ല, ഇത് സേവ് ചെയ്ത നമ്പറാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എത്തും. ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ ആ നമ്പറിൻ്റെ ഭാഗത്തൊരു റെഡ് ലൈൻ കണ്ടില്ലേ, ആ റെഡ് ലൈനല്ല, റെഡ് ഐക്കൺ, ആ റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അതുപോലെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും ചെയ്യും. അപ്പോൾ ഇത് നമ്പർ ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ഇൻഫോ ആണ്. അതായത് ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് പരമായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി എൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പേരിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ മെഡിക്കൽ ഇൻഫോനെ മുകളിലായിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ആ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ഇൻഫോയിൽ ഷോ ദ ഇൻഫോ ദ ലോക്ക്ഡ്, അതിൽ നമുക്ക് എമർജൻസി ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, നമ്മളെ ഈ ഡീറ്റെയിൽസ് ഷോ കാണിക്കണം എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പം നെയിമിൽ എന്ത് ചെയ്യുക, നമ്മളെ പേര് കൊടുക്കുക. പിന്നെ തൊട്ടതായ തന്നെ ഹൈറ്റ് ഉണ്ട്, നമുക്ക് നിങ്ങളെ ഹൈറ്റ് ഏതാണോ നിങ്ങളെ ഹൈറ്റ് അത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ വെയിറ്റ്, അതായത് തൂക്കം, അപ്പം നിങ്ങളെ വെയിറ്റ് എത്രയാണോ അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അഡ്രസ്സ്, അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കറണ്ട് അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ സെക്സ്, അതായത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ടുള്ള ബ്ലഡ് ടൈപ്പ്, അതിൽ എല്ലാ ബ്ലഡ് ടൈപ്പും ഇല്ല, അതിൽ കുറച്ച് ബ്ലഡ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. അതായത് O ഉണ്ട്, AB, പിന്നെ WH ആണ്. അപ്പം അതിൽ ഞാൻ കൊടുത്തത് നോട്ട് സെറ്റ് ആണ് കേട്ടോ. കാരണം അതിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് എന്താ പറയുക
ഓർഗൻ ഡോണർ, അതായത് നിങ്ങൾക്ക് അവയവദാനം, നിങ്ങൾ എന്തെങ്കിലും പരിക്ക് പറ്റിയേ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാനം ചെയ്ത് അവയവമാണ് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ പറ്റിയത്, അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് നമ്മൾ ഡെത്തായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ ഡെത്തായി കഴിഞ്ഞാലോ എന്ത് ചെയ്യും, നമ്മൾക്ക് ഏതാണോ നമുക്ക് വൃക്ക, അതേമാതിരി കണ്ണിൻ്റെ കോർണിയ, പിന്നെ കരള്, അങ്ങനെ സംഭവകാലത്തുണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം, നമുക്ക് ദാനം ചെയ്യാം. അപ്പം അതിൽ ഏതാണ് നമുക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുമെന്ന് വേണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് മെഡിക്കൽ കണ്ടീഷൻ, അത് നിങ്ങൾ ഹെൽത്ത് പരമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എന്താ സംഭവം എന്നല്ലേ, അത് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മെഡിസിൻസ്, നിങ്ങൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ, ആ മെഡിസിൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഏത് മരുന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഉള്ളത് അലർജീസ് ആൻഡ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വല്ല അലർജി കാര്യങ്ങളോ റിയാക്ഷൻസോ വല്ല പ്രശ്നങ്ങളോ, ഇത് മരുന്ന് ഉപയോഗിച്ചാലാണോ, എന്തിൻ്റെ അലർജിയാണ്, ആ സംഭവങ്ങൾ ആഡ് ചെയ്യുക. അത് നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ അഡ്രസ്സും മറ്റേ കാര്യങ്ങളും, പേരും അഡ്രസ്സും വെയിറ്റും തൂക്കും അതെന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമോ, അപകടം പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് അവർക്കൊരു പെട്ടെന്ന് ആളെ തിരിച്ചറിയാനും പെട്ടെന്ന് അഡ്രസ്സും കാര്യങ്ങളും കിട്ടാനും പെട്ടെന്ന് കഴിയും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്, മാക്സിമം നിങ്ങളെ ഫോണിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുകളിലൊരു ശരി എന്നുള്ള ബട്ടൺ കാണാം, ആ ബട്ടണല്ല സോറി ഒരു ഐക്കൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അത് ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എമർജൻസി കോളിൽ ഫോണ് ലോക്ക് ആയതിനു ശേഷം എന്ത് ചെയ്യുക, ആ എമർജൻസി കോളിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ലിസ്റ്റ് കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെ തന്നെ മെഡിക്കൽ ഇൻഫോ ഉണ്ടാവും. ആ മെഡിക്കൽ ഇൻഫോൻ്റെ എന്ത് ചെയ്യും, തൊട്ട് താഴെ അത് നിങ്ങൾ അഡ്രസ്സ് കൊടുത്ത് ബ്ലഡ് ഗ്രൂപ്പ്, അതേമാതിരി ഹൈറ്റ്, വെയിറ്റ്, പേര്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ തൊട്ട് താഴെ കാണിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കട്ടോ. അപ്പോൾ എല്ലാവരും കയ്യിൽ ഫോണായിക്കാരം ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായി കാണും വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ നല്ല വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം.